നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജീരകം എങ്ങനെ കഴിച്ചാലാണ് അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഒരുപാട് പേര് തന്നെ 2-3 ടീസ്പൂണും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടീസ്പൂണ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നല്ല കട്ടി മഞ്ഞ നിറത്തിലൊക്കെ ആക്കിയിട്ട് കുടിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുത്ത് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നിങ്ങൾക്കതൊന്ന് അരിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് ഓരോ ഹെവി മീൽസിന്റെ കൂടെയും സിപ്പായിട്ട് കുടിക്കാനും അതുപോലെ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സിപ്പായിട്ട് കുടിക്കാവുന്നതും വളരെ നല്ലതാണ്. എന്നാൽ ഈ ജീരകം ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതിനേക്കാളും ഒരു പടി കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് നമ്മൾ ജീരകം പൊടിച്ച് നമ്മൾ പെർട്ടിക്കുലർ മീഡിയത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ്. ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കുന്നത് കൊണ്ട് അതിന്റെ അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യാനും മൊത്തത്തിൽ ഓവറോൾ അതിന്റെ ഒരു 100% അതിന്റെ ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിന് ലഭിക്കാനും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇതിനായിട്ട് നമ്മൾക്ക് കുറച്ച് ജീരകം പൊടിച്ചെടുക്കും. അതായത് ഒരു 1/4 ടീസ്പൂണിൽ കുറവ്. നമ്മൾ കറക്റ്റ് മെഷർമെന്റ് പറയുകയാണെങ്കിൽ ഒരു 1.5 ഗ്രാം അല്ലെങ്കിൽ ഒരു 0.3 ടീസ്പൂണോളം എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു അളവിലെടുത്തിട്ട് നമുക്ക് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തേനിലോ അതോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലോ മോരിലോ ഒക്കെ ചേർത്ത് കുടിക്കാവുന്നതാണ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ഓൾറെഡി ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് PCOD പോലുള്ള പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള 0.3 ടീസ്പൂൺ അളവിലുള്ള ജീരകത്തിന്റെ പൊടി നമുക്ക് ഡയറക്ട്ലി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഭക്ഷണത്തിന് 1 മണിക്കൂർ മുൻപ്, അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് കുടിക്കാം. അതുപോലെ തന്നെ രാത്രിയിലെ ഡിന്നറിന് 1 മണിക്കൂറോ അരമണിക്കൂറോ മുൻപ് നിങ്ങൾക്ക് സിപ്പ് ചെയ്ത് കുറച്ച് കുടിക്കാവുന്നതാണ്. അപ്പം നമുക്ക് വേറൊരു ഡൗട്ട് വരാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ ഈ ജീരകം നമ്മൾ വറുത്ത് പൊടിക്കണമെന്ന്. വറുത്ത് പൊടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ബെല്ലി ഫാറ്റ് പ്രത്യേകിച്ച് എല്ലാവർക്കും ഉള്ള ഒരു ഇഷ്യൂ ആണ് വയറ് ചാടുക എന്നുള്ളത്. അതായത് എക്സസ് ആയിട്ടുള്ള ഫാറ്റ് അക്യുമുലേഷൻ ആണ്. അപ്പൊ ഇതൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി മോര് യൂസ് ചെയ്യാവുന്നതാണ്. മോരിലേക്ക് നമ്മൾക്ക് ഈ സെയിം അളവിൽ പൊടി ചേർത്തിട്ട് എല്ലാ ദിവസവും ലൈക്ക് ആഫ്റ്റർനൂൺ നമ്മൾ ഊണ് കഴിച്ചതിന് ശേഷം നമ്മൾക്ക് സിപ്പ് ചെയ്ത് കുടിക്കാവുന്നതാണ്. ഡീടോക്സിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലർലി നമ്മുടെ ലിവറിന്റെ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് നമ്മൾക്കിത് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ്. അതുപോലെ അമിതമായിട്ട് ഷുഗർ കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് തോന്നുകയാണെങ്കിൽ, എക്സ്പെഷ്യലി ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള കേസസ് ആണെങ്കിൽ നമുക്ക് ഇച്ചിരി ചെറുതീൻ, നല്ല ഫ്രഷ് ആയിട്ടുള്ള തേൻ എടുത്ത് ജസ്റ്റ് അത് മിക്സ് ചെയ്തിട്ട് ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പൊടി ലൈക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇത് ഒരു ഹൈപ്പോഗ്ലൈസീമിക് ആണ്. അതായത് ഷുഗറിനെ നിയന്ത്രിക്കുമെങ്കിലും നിങ്ങൾ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഡൗൺ ആവാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോടെൻസീവ് ആണ്. അതായത് BP കുറയ്ക്കാനും ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ മിതമായ അളവിൽ നിങ്ങൾ ഹിതമായി എടുത്തു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ, അതായത് ജീരകമായിക്കോട്ടെ ഏത് ഭക്ഷണ പദാർത്ഥമായിക്കോട്ടെ, അതിന്റെ ഫുൾ ബെനിഫിറ്റ്സ് നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കണമെങ്കിൽ കറക്റ്റായ രീതിയിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. മൈൽഡായിട്ട് ആന്റി കോയാഗുലൻ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ബ്ലഡ് തിന്നിങ് മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാർ കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ജീരകം ചൂടാണല്ലോ എന്ന് കരുതി ഒത്തിരി പേര് അത് അവോയ്ഡും ചെയ്തത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അസിഡിറ്റി ചിലപ്പോൾ കൂട്ടാനും അതുപോലുള്ള നിങ്ങൾക്ക് ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കാനും ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മിതമായിട്ട് എടുത്ത് നോക്കിക്കോളൂ. ഇതിന്റെ ബെനിഫിറ്റ്സ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നല്ല ഹെവി മീൽസ് കഴിച്ചിട്ട്, പെർട്ടിക്കുലർലി ബിരിയാണിയോ അല്ലെങ്കിൽ സദ്യയോ ഏതോ ആയിക്കോട്ടെ, നമ്മൾ അത്യാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ഒത്തിരി പേര് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ചൂസ് ചെയ്യുന്നതായിരിക്കും. അതിന് പകരം കുറച്ച് ചൂടോട് കൂടിയിട്ടുള്ള കുറച്ച് ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നമ്മുടെ ഡൈജഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓവറോൾ ഒരു ഹൈഡ്രേഷനും കൂടിയത് ബെറ്റർ ആയിരിക്കും. അപ്പൊ എപ്പോഴും ഹെവി മീൽസ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അടുത്ത ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.